ചാമ്പലാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള സംവിധാനം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടു കൂടിയാണ് അത് ശക്തിപ്പെട്ടത്. വംബലജ സുബുൽ ഹഖ്, സത്യത്തിന്റെ പ്രഭാതം പൊട്ടിവിടർന്നു എന്ന് പറഞ്ഞാൽ പൊട്ടിവിടരാൻ പോകുന്നു എന്ന സൂചന കാണിച്ചു. വബത്തലമാക്കാനയാമലുഹു കുല്ലു കാദിബ്, എല്ലാ കള്ളവാദികളും ഇവിടെ നിർമ്മിച്ചുണ്ടാക്കിയിരുന്ന തട്ടിപ്പുകളെല്ലാം പൊളിയാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടു കൂടി തന്നെ. എന്നിട്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രത്യേക സംഭവം വറുവിയ അൻ യഹ്യ ബിൻ ഉർവത റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം. യഹ്യ ബിൻ ഉർവ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം നിങ്ങൾക്ക്? ഉർവത്ത് റളിയല്ലാഹു തആല അൻഹു സബഅത്തുൽ മുജ്തഹിദീങ്ങൾ എന്ന് പറയുന്ന മദീനയിലെ ഏറ്റവും പ്രശസ്തരായ 7 മുജ്തഹിദീങ്ങളിൽപ്പെട്ട മഹാനായ ഉർവത്താണ്. മകൻ യഹ്യ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഷെയ്ഖന്മാരിൽപ്പെട്ട മഹാനാണ്. അങ്ങനെയുള്ള യഹ്യ ബിൻ ഉർവ റളിയല്ലാഹു തആല അൻഹുമാ റിവായത്ത് ചെയ്യാണ്. എന്താ പറയുന്നത്? അന്ന നഫറൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഏതാനും ആളുകൾ, കാനു ഇന്ദ സ്വനമി മിൻ അസ്നാമിഹിം, അവർക്ക് കുറേ ക്ഷേത്രങ്ങളും കുറേ വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നല്ലോ മക്കക്കാർക്ക്. കഅബത്തിന് മാത്രമല്ല, കുറേ പ്രത്യേക ക്ഷേത്രങ്ങളും അതിൽ പ്രത്യേക വിഗ്രഹങ്ങളും അതിന് പ്രത്യേക ഉത്സവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഏതോ ഒരു കഅബത്തിലല്ല, ഏതോ ഒരു ക്ഷേത്രത്തിലുള്ള ഒരു ബിംബത്തിൻ്റെ അടുത്ത് എന്താ അന്ന് അവിടുത്തെ ഉത്സവ, ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ആ ഉത്സവത്തിൻ്റെ അവിടെ ഒരുങ്ങുന്നു. അവര് ഉത്സവം കൊണ്ടാടുന്ന ദിവസങ്ങളിൽപ്പെട്ട ഒരു ഉത്സവ ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം. ഓരോ ക്ഷേത്രത്തിലെ ഉത്സവം ഓരോ സഹിക്കാരല്ലോ, എല്ലായിടത്തും ഒരു ദിവസമാവില്ലല്ലോ. അന്ന് ആ സ്ഥലത്തെ ഉത്സവത്തിന്റെ ദിവസമാണ്. എന്താ അന്നത്തെ പരിപാടി എന്ന് ചോദിച്ചാൽ യൻഹറൂന ഫീൽ ജസൂറ വയക്കുലൂന വയശ്റബൂൻ, ഒട്ടകത്തെ അറുത്ത് നന്നായി മദ്യം സേവിച്ച് ഭക്ഷണം കഴിച്ച് രാത്രി നേരം പുലരുവോളം ഉത്സവത്തിന്റെ തിമിർപ്പിലായിരിക്കും. കുടിച്ചും ഭക്ഷിച്ചും കൂത്താടി നേരം പുലരുന്നത് വരെ കഴിച്ചു കൂട്ടും. അതാണ് അറബികളുടെ അന്നത്തെ ഖുറൈശികളുടെ ശൈലി. വഖദ് അഖഫു അലൈഹി യഖൂദൂന വയൽഅബൂൻ, കാരണം കളിയും വിനോദവുമായി ആ രാത്രി അവർ മുഴുക്കെ കഴിച്ചു കൂട്ടും. അതെന്നും കൊല്ലത്തിലൊരു ദിവസം അങ്ങനെ പരിപാടി. അങ്ങനെ രാത്രിയത്തതൊക്കെ കഴിഞ്ഞിട്ട് പ്രഭാത പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് എവിടെ വരിക? ക്ഷേത്രത്തിൽ വരിക. രാത്രി മുഴുവൻ ഉത്സവ പറമ്പും കെട്ട് നേരം വെളുപ്പിക്കല. വന്ന് നോക്കും ഫദഖലു അലൈഹി, ഇവരെല്ലാരും കൂടി, ആരെല്ലാരും കൂടി? ഖുറൈശികളെ എല്ലാരും കൂടി ഈ ക്ഷേത്രത്തിൽ ബിംബത്തിന്റെ അരികെ വന്ന് നോക്കുമ്പോ കണ്ട കാഴ്ച ഫവജദൂഹു മക്ബൂബൻ അലാ വജിഹിഹി, മുഖം കുത്തി ഇങ്ങനെ വീണിറക്കുക. പൂജാവിഗ്രഹം അവരാ പൂജിച്ച് കാര്യമായിട്ട് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വരുന്നത്. വന്ന് നോക്കുമ്പോ ഇതിങ്ങനെ മൂക്കുത്തി വീണ് കിടക്കുക. ഭയങ്കര ഇന്താരിക്കാരേ, ഇതെന്ത് പറ്റി? ഇതിന് ഇൻകാർ ചെയ്തു പറഞ്ഞാൽ എന്ത് പറ്റി? വറദ്ദു ഇലാ ഹാലിഹി, പഴയതുപോലെ ശരിക്കും നിർത്തി. ഫങ്കല ബങ്കലാബ സാഗരിൻ, നിന്യതയോടുകൂടി അത് വീണ്ടും മറിഞ്ഞു വീണു. ഫഫാലൂദാലിക സലാസ 3 പ്രാവശ്യങ്ങൾ എടുത്തു വെക്കും, ചുങ്ങിനോട് വെച്ചാൽ രണ്ടാമത് വീണ്ടും വീഴും, പിന്നെ എടുത്തു വെക്കും, ചുങ്ങിന് വെച്ചാൽ വീണ്ടും വീഴും, പിന്നെ എടുത്തു വെക്കും. 3 വട്ടം ഈ വീഴ്ച വീണപ്പോ ഇത് കണ്ടപ്പം അവരുടെ ദുഃഖവും വേദനയും അവർ പ്രകടിപ്പിച്ചു. കാരണം അങ്ങനെയാണല്ലോ, പടച്ചോനാണല്ലോ ഇപ്പൊ ഈ വീണടക്കണത് എന്ന് മാത്രല്ല, ഉത്സവം മാറിയിട്ട് നേരെ എന്തായി? അന്ന് വലിയൊരു ദുഃഖദിനമായി മാറി. മഹത്തമാകുക എന്നല്ല, ദുഃഖദിനമായി മാറി. സന്തോഷ ദിനമാവേണ്ടതിന് പകരം ദുഃഖത്തിന്റെ ദിനമായി മാറി. ഇത് ഖുറൈശികളുടെ പൊതു അവസ്ഥ. എന്നാൽ അക്കൂട്ടത്തിൽ ബുദ്ധിയും ചിന്തയുമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിന്. അവര് ഇത് കണ്ടപ്പോൾ അവർ ഒറ്റക്ക് കൂടിയിരുന്നു കൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്തു. അതായി പറയണില്ല, ചുരുക്കി പറഞ്ഞതാ. അത് ഞാൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ വായിച്ചു തരാം. എല്ലാ കിതാബിലും പറഞ്ഞു. പക്ഷെ ഇത് ഇബ്നു കസീറിന്റെ അൽബിദായത്ത് വനിഹായ. ഇബ്നു കസീർ എല്ലാ ഇസ്രായേലിയാത്തും ഇല്ലായ്മ ചെയ്ത് ശുദ്ധമായ സർവസ്വീകാര്യമായ കുറ്റമറ്റത് മാത്രമേ തൻ്റെ തഫ്സീറിലായാലും ചരിത്രത്തിലായാലും പറയൂ എന്ന്
ഉൽപ്പതിഷ്ണുക്കൾ ഉൾപ്പെടെ അംഗീകരിക്കുന്ന മഹാനാണ് ഇബ്നു കസീർ. ഇബ്നു കസീർ ഈ സംഭവം ഉദ്ധരിക്കുന്നു. ചുരുക്കി ഞാനത് വായിച്ചു തരാം. حدثني عبد الله بن العلاء قال حدثني يحيى بن عروة عن أبيه رضي الله تعالى عنهما. ده روايتنا يحيى بن عروة أبيه عروة بن زبير رضي الله عنه تاني روايتين أن نفرا من قريش ഖുറൈശികളിൽപ്പെട്ട ഏതാനും ആളുകൾ, ഞാനാണ് ആ ആളുകൾ അറിയുന്നത്, മിൻഹും വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു. വറഖത്ത് ബിൻ നൗഫലിനെ അറിയില്ലേ? ഖദീജ ബീവിന്റെ പിതൃവ്യപുത്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ സമയത്ത് തനിക്കൊരു ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് ഖദീജ ബീവി കൂട്ടിക്കൊണ്ടുപോയത് ആരുടെ അടുത്തേക്കായിരുന്നു? ഈ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്കായിരുന്നു. അന്ന് അദ്ദേഹം ആരാണ്? നസ്രാനിയാണ്. യഥാർത്ഥ നസ്രാനിട്ടോ കാഫിറായ നസ്രാനിയല്ല. അള്ളൊരുവനാണെന്ന് വിശ്വസിക്കുന്ന, ഈസാ നബി അള്ളാഹിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്ന നസ്രാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, നബി തങ്ങൾക്ക് ഉറപ്പിനല്ലോ, അത് നിങ്ങളാരും വിചാരിച്ചു പോകരുത്, ഖദീജ ബീവിന്റെ തൻ്റെ ഇടാണ്. ഖദീജ ബീവി നബി തങ്ങളിൽ വിശ്വസിച്ചെങ്കിലും വിശ്വാസം എന്ന് പറയുന്നത് ആദർശമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലുത്. അത് ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്യാൻ പറ്റില്ല, അവനാണ് ബോധ്യപ്പെടണം. അപ്പൊ തനിക്കൊരു ബോധ്യപ്പെടാൻ വേണ്ടി താൻ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തൻ്റെ പിതൃവ്യപുത്രനാവുന്ന വറഖത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിവരം പറഞ്ഞു. അദ്ദേഹം നബി തങ്ങളുമായി സംസാരിച്ച് ഖദീജ ബീവിയോട് പറഞ്ഞു, നിങ്ങളൊന്നും സംശയിക്കേണ്ട, മൂസാ നബി അലൈഹി സ്വലാമിനും ഈസാ നബി അലൈഹി സ്വലാമിനും ഒക്കെ വഹി കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാം തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ പറയുകയും ചെയ്തു, ഒരു കാലത്ത് നിങ്ങളെ ഈ നാട് കടത്തും, അന്ന് ഞാൻ ആരോഗ്യത്തോടു കൂടി അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ശക്തമായ പിന്തുണ നിങ്ങൾക്ക് ഞാൻ തരും എന്ന് പറയുകയും അധികം താമസിയാതെ മഹാനായ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹു വഫാത്താവുകയും ചെയ്തു. സഹാബാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളാണ്. തന്നെയുമല്ല, അദ്ദേഹത്തെ സ്വർഗത്തിൽ ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരാളതാണ്. അപ്പൊ അന്ന് തന്നെ സത്യാന്വേഷികൾ മക്കത്തുണ്ട്. ജാഹിലിയ്യ കാലത്തെ ആ സത്യാന്വേഷികളിൽപ്പെട്ട ഒരാളാണ് വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹം ഉണ്ടൊന്ന്. പിന്നെ മറ്റൊന്ന് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. സയ്യിദ് ബിൻ സെയ്ദ് എന്ന് പറയുന്ന ഈ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഒരാളില്ലേ? സയ്യിദ് ബിൻ സെയ്ദ്, സയ്യിദ് സുബൈർ എന്നല്ല, സയ്യിദ് ബിൻ സെയ്ദ്. ഈ സെയ്ദിന്റെ മകനാണ് സയ്യിദ് ബിൻ സെയ്ദ് എന്ന് പറയുന്ന അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട. അദ്ദേഹം അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പെടാനുള്ള കാരണം തന്നെ ബാപ്പയിൽ നിന്നിട്ട് തന്നെ തൗഹീദ് പഠിച്ച ആളാണ് അയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ്. പക്ഷേ അദ്ദേഹം തൗഹീദിൽ വിശ്വസിക്കുകയും അടിയുറച്ചത് വിശ്വസിക്കുകയും ഇബ്രാഹിം നബിന്റെ മില്ലത്ത് മാത്രമാണ് ഹക്ക് എന്ന് പറയുകയും മകനോട് അക്കാര്യം വസിയത്തായി പറയുകയും ചെയ്തുകൊണ്ട് ഈ മകനും തന്നെ തൗഹീദിൽ വിശ്വസിച്ചിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യവും വിശ്വസിക്കാനുള്ള ഭാഗ്യവും ആർക്ക് കിട്ടി? മകന് കിട്ടി. വാപ്പാ കിട്ടിയില്ല. വാപ്പ നബി തങ്ങളുടെ നുബുവത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. പക്ഷേ അദ്ദേഹം എന്താണ്? മൂമിനാണ്. അദ്ദേഹമാണ് ഒരിക്കൽ ചോദിച്ച റബ്ബൻ വാഹിദൻ അമ്മൽ ഫറബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു തറക്തുൽ ലാത വൽ ഉസ്സാ ജമീഅ കദാലിക യഫഅലു റജുലുൽ ബസീറു. അയാൾ സ്വന്തം ചിന്തിച്ചു പിടിച്ച, അയാളോട് ആരെടുത്തും കിതാബ് ഓതിയിട്ടല്ല. റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബിൻ അദീനു. ഞാൻ വഴിപ്പെട്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കേണ്ടത് ഒരുവനായ റബ്ബിനാണോ, അതല്ല ഈ നാട്ടുകാർ ചെയ്യും പോലെ 1000 റബ്ബുകൾക്കാണോ? എന്ത് വിഡ്ഢിത്വമാണ് ഇവർ ചെയ്യുന്നത്? തറക്തുൽ ലാത വൽ ഉസ്സാ ജമിഅ. ലാത്തയും ഉസ്സയും ഉൾപ്പെടെയുള്ള ഇവർ ദൈവങ്ങളാണെന്ന് പറയുന്ന ഈ കുട്ടി ദൈവങ്ങളെ മുഴുവനും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. കദാലിക യഫഅലു റജുലുൽ ബസീറു. ഉൾക്കാഴ്ചയും ബുദ്ധിയുമുള്ള മനുഷ്യൻ അതാണ് ചെയ്യേണ്ടത്. ഇല്ലായ്മയിൽ നിന്നിട്ട് പടച്ചു പോറ്റുന്ന റബ്ബ് ഒരുവനാണ്, അവനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഈ കല്ലുകൊണ്ടും ലോഹങ്ങളെ കൊണ്ടും നിർമ്മിച്ച ഈ വസ്തുക്കളൊന്നും ദൈവമായി പൂജിക്കാൻ പാടില്ല എന്നത് ബുദ്ധിയുടെ താല്പര്യമാണ് എന്ന് പറഞ്ഞ മഹാനാണ് ആര്? സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. രണ്ടാമത്തെ അദ്ദേഹം എന്താക്കി? സത്യാന്വേഷണത്തിന് വേണ്ടി നാട് മുഴുവനും തെരഞ്ഞു. ഷാമിലും മറ്റ് ക്രിസ്ത്യാനികളും ജൂതന്മാരുമുള്ള എല്ലാ പ്രദേശത്തും അന്വേഷിച്ചു. എവിടെ ചെന്നിട്ടും സത്യത്തിന്റെ ഒരു കിരണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അവസാനം മൗസിൽ എന്ന പ്രദേശത്തെത്തിയപ്പം ഒരു വലിയ വയസ്സായ ഒരു പൂജാരിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, മോനെ, ഇബ്രാഹിമി മില്ലത്താണല്ലോ നീ അന്വേഷിച്ച് നടക്കുന്നത്. ഇന്ന് അത് കാണിച്ചു തരാനും അതിലേക്ക് വഴി നടത്താനും പറ്റുന്ന ഒരാളെയും ലോകത്ത് നിനക്ക് കിട്ടില്ല. പക്ഷെ നീ അധികം വിഷമിക്കണ്ട, നിന്റെ നാട്ടിൽ അതിൻ്റെ പ്രവാചകൻ വരേണ്ട കാലമായിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സമീപകാലത്ത് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് നീ പുറത്തെവിടെയും നടക്കണ്ട, നിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോ, അവിടെയാണ് അദ്ദേഹം വരിക എന്ന് പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കാണാനും
വിശ്വസിക്കാനുമുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം മൗസിലിൽ നിന്നിട്ട് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. വഴിമധ്യത്തിൽ ബദുക്കളായ ഒരു അറബി ഗോത്രം അദ്ദേഹത്തെ അക്രമമായി കൈവശത്തിലുള്ള എല്ലാം കൊള്ള ചെയ്തു കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ അള്ളൊരുവനാണെന്ന് വിശ്വസിച്ച് ഇബ്രാഹിമി മില്ലത്താണ് ഹക്കെന്ന് വിശ്വസിച്ചു. പക്ഷേ അത് കാണിച്ചു തരാൻ പറ്റുന്ന ഒരാളില്ല. മക്കത്ത് അങ്ങനെ ഒരാൾ വരും എന്നന്വേഷിച്ച് പറഞ്ഞപ്പോൾ അത് അന്വേഷിച്ചു കൊണ്ടുവന്നതാണ്. അദ്ദേഹവും തന്നെ ഈ ജാഹിലിയ കാലത്തുള്ള ഏകദേശ വിശ്വാസികളിൽപ്പെട്ട ആളാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. പിന്നാരാണ്? പിന്നുള്ള ആള് ഉബൈദുല്ലാഹിബിൻ ജാഷ്. ചില റിവായത്തുകളിലൊക്കെ അബ്ദുല്ലാഹിബിൻ ജാഷ് എന്നാ. കാരണം അബ്ദുല്ലാഹിബിൻ ജാഷ് അല്ല, അദ്ദേഹം അന്ന് ചെറുപ്പക്കാരനാണ്. ഉബൈദുല്ലാഹിബിൻ ജാഷ് എന്ന് പറയുന്ന തൻ്റെ സഹോദരനാണ് യഥാർത്ഥത്തിൽ ഈ സത്യാന്വേഷികളുടെ കൂട്ടത്തിൽപ്പെട്ട ആദ്യകാലത്തെ ജാഷിന്റെ മക്കളൊക്കെ മോമിനിങ്ങൾ. അതെന്തോ ഒരു വലിയ ഭാഗ്യ. സൈനബ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഒരു അഹ്മദ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. ഇനി ജന്മനാ തന്നെ കണ്ണില്ലാത്ത ആളാണ്. അവരൊക്കെ സഹാബാക്കളാണ്. അതിൽ ഈ ഉബൈദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് തന്നെ തൗഹീദിൽ വിശ്വസിച്ച മനുഷ്യനാണ്. സത്യാന്വേഷിയായി ലോകത്തിന്റെ പല ഭാഗത്തും അന്വേഷിച്ചു. എവിടെയും അദ്ദേഹത്തിന് സംതൃപ്തി തോന്നിയില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അറിഞ്ഞപ്പോൾ ആദ്യമായി വിശ്വസിച്ച കൂട്ടത്തിൽ പെട്ട വിശ്വാസിയാണ് ഉബൈദുല്ലാഹിബ്നു ജാഷ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രിയായിരുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ഹിജ്റ പോയി. ദൗർഭാഗ്യവശാൽ ജാഹിലിയ കാലത്ത് തന്നെ സത്യാന്വേഷിയായി ജീവിച്ച് തൗഹീദിന്റെ വഴിയിൽ ദീർഘകാലം കഴിച്ചു കൂട്ടി അവസാനത്തിൽ സത്യത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച് ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഹിജ്റ പോയ ഉബൈദുല്ലാഹിബ്നു ജാഷ് ദൗർഭാഗ്യവശാൽ ഹബശയിലെത്തിയപ്പോൾ മദ്യത്തിനടിമയായി. അങ്ങനെ മദ്യത്തിനടിമപ്പെട്ട് തൻ്റെ കൂത്തിന് എല്ലാത്തിനും പറ്റുന്നത് ക്രിസ്തുമതമാണെന്ന് മനസ്സിലാക്കി ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്തുമതം സ്വീകരിച്ച് കാഫറായി ചത്തുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹിദായത്ത് അല്ലാഹു കൊടുക്കല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. എന്നാലും അയാളും സത്യാന്വേഷി ആയിരുന്നു. പക്ഷേ സത്യത്തിലെത്തിയതിനു ശേഷം എന്ത് പോയി? കുഫ്രിയത്തിലേക്ക് തിരിച്ചുപോയി. ഒന്നതാണ്. പിന്നെയാണ് നമ്മൾ പറയുന്ന ഉസ്മാൻ ബിൻ ഹുവൈരിസ്. കണ്ടോ? ഇത് ഞാൻ പ്രത്യേകം വായിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലവും മൗലവിമാർ പ്രസംഗിച്ചിട്ടുണ്ട്. മൗലവിമാർ മങ്കൂസ് മൗലൂദ് ഓതിയിട്ട് ഒരു പച്ച മുശ്രിക്കിന്റെ പേര് റളിയല്ലാഹു അൻഹു ചൊല്ലലുണ്ട് എന്ന് പറയുന്നത്. ആ പറഞ്ഞ പേരാണ് ഈ ഉസ്മാൻ ബിൻ ഹുവൈരിസ്. മനസ്സിലായില്ലേ? മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ രാത്രിയായി സംഭവം പറയണത്. നുബുവത്ത് കിട്ടിയെന്നൊന്നുമല്ല. ജനിച്ച രാത്രി ഒരുമിച്ച് കൂടി ജനങ്ങളുടെ തെറ്റായ നടപടിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും സത്യത്തിന്റെ കിരണം ലോകത്ത് എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു പോകാൻ വേണ്ടി ജന്മനാടും കുടുംബവും സ്വത്തും എല്ലാം ഇട്ടെറിഞ്ഞ് തൗഹീദിന്റെ വെളിച്ചമന്വേഷിച്ച് ഇറങ്ങി അവസാനം ഷാമിലെത്തി റോമാ ചക്രവർത്തിയുടെ സമീപത്ത് എന്ന് പരിശുദ്ധമായ നസ്രാനിയത്ത്, അന്നത്തെ ദീനാവുന്ന നസ്രാനിയത്ത് സ്വീകരിക്കുകയും ഇഞ്ചിയിലും തൗറാത്തും പഠിക്കുകയും ഇദ്ദേഹം പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ആരും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ആകർഷിക്കുന്ന പ്രത്യേക വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന് റോമാ ചക്രവർത്തിക്ക് വലിയ മതിപ്പും ബഹുമാനം തോന്നുകയും തൻ്റെ ദർബാറിലെ പ്രത്യേക കൂടിയാലോചന സമിതി അംഗമാക്കി രാജദർബാറിൽ തന്നെ നിയമിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് റോമയിൽ അദ്ദേഹം വഫാത്തായി. ഇദ്ദേഹം മുശ്രിക്കാണെന്ന് പറയാൻ ലോകത്താർക്ക് അധികാരം? ഇസ്ലാം നബി തങ്ങളുടെ അനുഭവത്തിന് മുമ്പ് മരണപ്പെട്ടു പോയാണ്. എന്നാൽ മക്കാ മുശ്രിക്കുകളുടെ ഷിർക്കിനെ ശക്തിയായി വിമർശിക്കുകയും അത് വിഡ്ഢിത്വമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും തൗഹീദിന്റെ വെളിച്ചം അന്വേഷിച്ച് ലോകത്ത് പോയി അന്നത്തെ തൗഹീദ് നസ്രാനിയത്തല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം വരെ തൊട്ടുമുണ്ടായിരുന്ന നബി ഈസാ നബി അലൈഹി സ്വലാം അല്ലേ? ആ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മതം നിലനിൽക്കുന്ന ഷാമിൽ പോയി റോമാ ചക്രവർത്തിയുടെ സമീപത്ത് ചെന്ന് നസ്രാനി മതം സ്വീകരിച്ച് അവിടെ തന്നെ താമസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ മഹാനാണ്. അദ്ദേഹത്തെ പറ്റി എന്ത് പറഞ്ഞാലും പാടില്ല, മുശ്രിക്ക് എന്ന് പറയാൻ പാടില്ല. നസാറ മതം പേച്ച നിലക്കാണ് അയാൾ വിശ്വസിച്ചെന്നുള്ളതിന് എന്താ നമുക്ക് തെളിവ്? ഏതായാലും അദ്ദേഹം തൗഹീദിന് വേണ്ടിയിട്ടാണല്ലോ നാട് വിട്ടത്. ഈ പറഞ്ഞ നാലാളുകളും
അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇബ്രാഹിം മില്ലത്താണ് ഹക്ക് എന്ന് വിശ്വസിച്ചവരാണ്. പിന്നെ അവർക്ക് അന്വേഷിച്ച് കണ്ടുകിട്ടിയാൽ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു യഥാർത്ഥ നസ്രാനിയായി ജീവിച്ചു മരിച്ചു. പക്ഷെ അയാൾ അവിടെ നിന്നില്ല, അയാൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു, മക്കത്ത്. അതേ സമയത്ത് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഇവരെ ആരുടെയും മതം ശരിയാണെന്ന് ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ തൗഹീദിന് വേണ്ടിയിട്ട് നബി തങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ വെച്ച് അക്രമികളുടെ കയ്യാൽ കൊല്ലപ്പെട്ട ആളാണ്. പിന്നെ ഉസ്മാൻ ഇബ്നു വരീസ് അദ്ദേഹം ഒന്നും തൃപ്തി വരാതെ സത്യത്തിന് വേണ്ടി കാത്തിരുന്നു, നബി തങ്ങളെ കണ്ട് വിശ്വസിച്ച ആളാണ്. പിന്നെ അയാൾ കാഫറായത് വേറെ വിഷയം. എന്നാൽ ഉസ്മാൻ ഇബ്നു വരീസ് ഈ വറഖത്ത് ബിൻ നൗഫലിനെ പോലെ നസ്രാനി മതം സ്വീകരിക്കുകയും വറഖത്ത് ബിൻ നൗഫൽ ഇങ്ങോട്ട് പോന്നപ്പോൾ അയാൾ ഇങ്ങോട്ട് പോരാതെ റോമാ ചക്രവർത്തി പ്രത്യേക പ്രതിനിധിയായി ദർബാറിൽ നിയമിച്ചത് കൊണ്ട് അവിടെ തന്നെ ജീവിച്ച് മരിക്കുകയും ചെയ്തു. ഈ സത്യാന്വേഷികളായ 4 ആളുകൾ, അതിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു വരീസ്, അദ്ദേഹം ബാക്കിയുള്ളവർക്ക് ഈ വിഡ്ഢിത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയുന്ന ബെയ്ത്താണ്. അയാള് ബിംബത്തിനെ വിളിക്കുന്ന ആളല്ല, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ബിംബാരാധന അബദ്ധമാണെന്നും ഇത് ശരിയല്ലെന്നും. കാരണം എന്താ, അവർ കൂടിയുണ്ട്. ലാസ്റ്റ് അതിന് സംഭവത്തിൽ ബെയ്ത്തിന്റെ അടുക്ക് ചെല്ലിയിട്ട് പറയാം, ഫലം മാസമയോദാലിക്ക, ഈ ബിംബത്തിൽ നിന്നിട്ട് ഈ ശബ്ദം കേൾക്കുകയും ഈ ഉസ്മാൻ ഇബ്നു വരീസ് ഒരു ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അതിന് കൃത്യമായ മറുപടി എന്ന നിലയ്ക്ക് ബിംബത്തിൽ നിന്ന് ശരീ കേട്ടപ്പം ഈ 4 ആളുകളും കൂടിയിരുന്നിട്ട് കാലബാബും ലിബാദിൻ തസാദഖു, നമ്മൾ തമ്മിൽ ഒന്നും മറച്ചു വെക്കാതെ ഉള്ള സത്യം തുറന്നു പറയണം. വലിയൊത്തും ബാബുക്കും അലാബാദി, പുറമെ ആരോടും പറയുമ്പോൾ നമ്മൾ 4 ആളല്ലാതെ 5ാമത്തെ ഒരാൾ ഈ ചർച്ച അറിയരുത്. അതുകൊണ്ട് ഉള്ളത് ഉള്ളു തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അജൽ, അതെ, നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുക. ഇത് വേറെ 5ാമത്തെ ഒരാൾ അറിയണ്ട, നമ്മൾ ചർച്ച ചെയ്താൽ മതി അറിഞ്ഞിട്ട് കൂടിയിരുന്ന് ചർച്ച ചെയ്യുക. ഫഖാലലഹും വറഖത്ത് ബിൻ നൗഫൽ, ആദ്യം വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, തഅലമൂന വല്ലാഹി മാ ഖൗമുക്കും അലാ ദീൻ, നിങ്ങൾക്ക് എല്ലാവർക്കും സത്യമായി മനസ്സിലാക്കുന്ന ഒരു സത്യമാണല്ലോ, നമ്മൾ ഈ ജനങ്ങൾ അഥവാ മക്ക മുശ്രിക്കുകൾ യഥാർത്ഥത്തിൽ ഒരു മതത്തിലെ അല്ല. ഇങ്ങനൊരു മതം അള്ളാഹു ഇറക്കിയിട്ടില്ല. വലഖദ് അഖ്തൗ അൽ ഹുജ്ജ, അവർ ചെയ്യുന്നതിനൊന്നും യാതൊരു തെളിവും അവരുടെ കൈവശമില്ല. വതറകൂ ദീന ഇബ്രാഹിം, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തുകാരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ജനങ്ങൾ ആ മാർഗം കൈവെടിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇവർ കൊണ്ടു നടക്കുന്നതിന് അവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. മാ ഹജറുൻ തുതീഫൂന ബിഹി, ചില കല്ലുകളെ കൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ചുറ്റും തവാഫ് ചെയ്യാണ് ഇവർ. ഇതെന്ത് ദീനാണ്? ലാ യസ്മഉ വലാ യുബ്സിറു വലാ യൻഫഉ വലാ യദുർ, കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത ഈ നിർജീവ വസ്തുക്കളായി കല്ലിന്റെ ചുറ്റും ദൈവം എന്ന് പറഞ്ഞിട്ട് തവാഫ് ചെയ്യാ ജനങ്ങൾ. എന്ത് വിഡ്ഢിത്വമാണ് ചെയ്യുന്നത്? യാ ഖൗമി ഇൽതമിസൂ ലി അൻഫുസികുമുദ്ദീൻ, കൂട്ടുകാരെ, സത്യദീൻ ഏതാണെന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സ്വയം അന്വേഷിക്കാൻ ഇറങ്ങണം. നമുക്ക് ഇതൊക്കെ തെറ്റാണെന്ന് 100% ബോധ്യപ്പെട്ട് ഇത് ശിർക്കാണെന്നും ഇത് ഇബ്രാഹിമി മില്ലത്ത് അല്ലെന്നും നമ്മളെ ജനങ്ങൾ അബദ്ധത്തിലാണെന്നും അതുകൊണ്ട് സത്യം അന്വേഷിച്ചിറങ്ങേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും കാല ഫഹറജു, അങ്ങനെ 4 പേരും സത്യം അന്വേഷിച്ച് പുറത്തിറങ്ങുന്നു. ഫഹറജു എന്തതാലിക്ക് യദ്രിബൂന ഫിൽ അർളി യസ്അലൂന അനിൽ ഹനീഫിയത്തി ദീൻ ഇബ്രാഹിം അലൈഹിസ്സലാം, ഒറ്റ ലക്ഷ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സത്യദീൻ ഏതാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് ലോകത്തിങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ പോയിട്ട് നസറ മതം സ്വീകരിച്ചു. ധാരാളം ഇൽമ പഠിച്ചു, തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിച്ചു. അറബിയിലേക്ക് അത് പരിഭാഷപ്പെടുത്താൻ മാത്രമുള്ള വിജ്ഞാനം അദ്ദേഹം നേടി. ഉസ്മാൻ ബിൻ ഉവൈരിസ് ഫസാറ ഇലാ കൈസർ, കണ്ടോ, അന്നത്തെ ക്രിസ്തീയ ചക്രവർത്തിയാവുന്ന കൈസർ ചക്രവർത്തിയിലെത്തുന്നു. ഫതനസ്സറ, അദ്ദേഹം നസാറ മതം സ്വീകരിച്ചു. വഹസുനതു മൻസിലതുഹു ഇൻദഹു, കൈസർ ചക്രവർത്തിയുടെ അരികെ ഉസ്മാൻ ബിൻ ഉവൈരിസിന് ഉന്നതമായ സ്ഥാനം ലഭിച്ചു, അദ്ദേഹത്തിന്റെ പ്രത്യേക വ്യക്തിത്വം കാരണം. വഅമ്മാ സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ ഫഅറാദ ഖുറൂജ ഫഹുബിസ, ഇവരെ കൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ കുടുംബങ്ങൾ തടഞ്ഞു വെച്ചു. സുമ്മ ഇന്നഹു ഖറജ ബഅദ ദാലിക, കൂടെ പോകാൻ കഴിഞ്ഞില്ല, പിന്നീട് അദ്ദേഹം പോയി. ഫദറബ ഫിൽ അർദി ഹത്താ ബലഗ റഖാ മിൻ അർദിൽ ജസീറ, അൽജീരിയയിലെ റഖ എന്ന് പറയുന്ന പട്ടണം വരെ അദ്ദേഹം എത്തി. ഫലഖിയ ബിഹാ റാഹിബൻ, ഒരു ക്രിസ്തീയ പുരോഹിതൻ വാർദ്ധക്യത്തിലെത്തിയാണ്. ഫഅഖ്ബറഹു ബില്ലദീ യത്ലുബു, ഞാൻ ഇങ്ങനെ ഇബ്രാഹിമി മില്ലത്ത് അന്വേഷിച്ചു വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ ഖാല ലഹു റാഹിബു, ഈ പുരോഹിതൻ പറഞ്ഞു, ഇന്നക തത്ലുബു ദീനൻ മാ തജിദു മൻ യഹ്മിലുക അലൈഹി, ഇബ്രാഹിമി മില്ലത്ത് അന്വേഷിച്ച് നടക്കുന്നല്ലോ മോനെ, ഇന്ന് അത് പറഞ്ഞുതരാൻ പറ്റുന്ന ആരും ലോകത്തില്ല. അതുകൊണ്ട് വലാകിൻ ഖദ് അവല്ലക സമാനു നബിയിൻ യഖ്റുജു മിൻ ബലദിക, നിങ്ങളുടെ സ്വന്തം രാജ്യം മക്കത്ത് പുറപ്പെടുന്ന ഒരു നബി വരാനാണ്, ആ കാലാണിപ്പോൾ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ ബിദീനിൽ ഹനീഫിയ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സത്യദീനും കൊണ്ടായിരിക്കും ആ നബി വരിക.
അതുകൊണ്ട് നാട്ടിൽ പുറപ്പെട്ടുവാണ്. ഫലമാ കാലോദാലിക്ക് റജായുരീത് മക്ക, എന്നാ നബി തങ്ങളെ കണ്ട് വിശ്വസിക്കണം എന്നുള്ള അദ്ദേഹം മക്കയിലേക്ക് വരികയാണ്. ഫഖാറത്തലയും ലുഹം ഗോത്രക്കാരെ അദ്ദേഹത്തെ കവർച്ച ചെയ്തു. ഫഖതലുഹു, കയ്യിലുള്ളതൊക്കെ കവർന്നെടുക്കുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. വഅമ്മ അബ്ദുല്ലാഹിബ്നു ജുഹൈജ് ഫഅഖാമ ബിമക്ക, അയാൾ എവിടെയും പോയില്ല, മക്കത്ത് തന്നെ അന്വേഷണം തുടർന്നു. ഹത്താ ബുഇസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ റസൂലായി വരുന്നത് വരെ. സുമ്മ ഖറജ മൻ ഖറജ ഇലാ അർദിൽ ഹബശ, ഹിജ്റ പോയ ഹബശയ്ക്ക്. ഫലമ്മാ സാറ ബിഹാ തനസ്സറ, അവിടെ എത്തിയിട്ട് പിന്നെ നസറ ഇപ്പൊ കാഫിറായി. പണ്ട് നസറ ഇസ്ലാമേനി. നബി തങ്ങളുടെ ആഗമനം വരെ, നബി തങ്ങൾ വന്നതോടുകൂടി മറ്റ് ദീനുകളൊക്കെ മൻസൂഖായി, ഇനി ഇസ്ലാമേ ഉള്ളൂ. ഈ ഇസ്ലാം സ്വീകരിച്ച് വിട്ടിട്ട് എവിടേക്ക് പോയി? ആള് നസറാനിയിലേക്ക് പോയി. വഫാറഖൽ ഇസ്ലാം ഫകാന ബിഹാ തഹലക, അവിടെ വെച്ചിട്ടാണ് അയാൾ അന്ത്യമുണ്ടായത്, നസറാനിയായിട്ട്. ഉസ്മാൻ ഇബ്നു ഉവൈസ് പാടിയതാണല്ലോ പറയുന്നത്. ഫഖാല ഉസ്മാൻ ഇബ്നു ഉവൈസ് മാ ലഹു ഖദ അക്സറതന, എന്താണ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നിൽക്കാതെ ഇങ്ങനെ തലകുത്തി വീഴുന്നത്? ഇന്ന ഹാദാ ലി അംരിൻ ഖദ് ഹദസ്, എന്തോ ഒരു മഹാസംഭവം നടന്നിരിക്കുന്നു, അതിന്റെ സൂചനയാണ് ഇതിങ്ങനെ മറിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ആര് പറയാണ്? ആത്മകഥം എന്നോണം ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് സ്വന്തം പറയാ. എന്താ അതിങ്ങനെ വീഴുന്നത്? എടുത്തു വെക്കുന്ന ആൾക്കാർ പിന്നെയും വീഴുന്നു, എടുത്തു വെക്കുന്ന ആൾക്കാർ പിന്നെയും വീഴുന്നു. ഇതെന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് ലോകത്ത്, അതിന്റെ സൂചനയാണ്. വദാലിക ഫിൽ ലൈലത്തില്ലദീ വുലിദ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ജനനം നടന്ന ദിവസമാണ് ഈ ഉത്സവവും ഈ വീഴ്ചയും ഒക്കെ ഉണ്ടായത്. ഫജഅല ഉസ്മാൻ യഖൂൽ, അങ്ങനെ ഉസ്മാൻ ഇബ്നു ഉവൈസ് പറയാൻ തുടങ്ങി. അയസാനമൽ ഈദില്ലദീ സുഫ്ഫ ഹൗലഹു സലാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഗ്ലൂബൻ ഫമാ ദാക കുല്ലനാ അദാക സഫീഹുൻ അൻ തനക്കസ്ത ലില്ലത്ബി فإن كان من ذنب نتينا فإننا نبوء بإقرار ونلوي عن الذنب وإن كنت مغلوبا ونكست صاغرا فما أنت في اللوثان بالسيد الربي. എന്താ ഉസ്മാൻ ഇബ്നു ഉവൈസ് പറയും? അയാ സനമൽ ഈദ്, ഉത്സവം കൊണ്ടാടപ്പെടുന്ന ബിംബങ്ങളെ, സഫഹുലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി, ദൂരദിക്കുകളിൽ നിന്ന് വന്നവരും സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിയതുമായ നാട്ടിലെ പ്രമുഖരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നുവല്ലോ ഉത്സവത്തിന് വേണ്ടി. നിങ്ങളെ ചുറ്റും ആളുകൾ തടിച്ചുകൂടി ഉത്സവം കൊണ്ടാടപ്പെടുന്ന ബിംബങ്ങളെ എന്ത് പറ്റി? തനക്കസ്ത മഗ്ലൂബ, പരാജിതനാക്കപ്പെട്ട നിലക്ക് തലകീഴായി മറിഞ്ഞിരിക്കുന്നു. എന്താണ്, എന്ത് പറ്റി നിങ്ങൾക്ക് ചോദിക്കാണ്. ബിംബത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഇയാൾ ബിംബത്തിനെ ആരാധിക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിംബത്തിന്റെ അരികെ കയറി ചെന്നുകൊണ്ട് ചോദിച്ചില്ലേ, മാലക്കും ലാ തഅകുലൂൻ മാലക്കും ലാ തന്തിഖൂൻ, അല്ലേ? ചോദിച്ചില്ലേ? കയറി ചെന്നിട്ട് ചോദിച്ചു, എല്ലടാ നല്ല 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 നിവേദ്യങ്ങളല്ലേ മരത്തി ഇങ്ങനെ വെച്ചിട്ട് മാലക്കും ലാ തഅകുലൂൻ, ഇത് നിങ്ങൾ ഇങ്ങനെ ഞെട്ടയക്കണം, എന്താ തിന്നാത്ത? ആരാ ചോദിക്കണത്? ഉസ്മാൻ ഇബ്നു ഉവൈസ് അല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബിംബത്തിനെ മുന്നിൽ നിർത്തിയിട്ട് ചോദിക്കാണ്, മാലക്കും ലാ തഅകുലൂൻ, എന്താ നിങ്ങളൊന്നും തിന്നാത്ത? നല്ല 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 സാധനങ്ങൾ മുന്നിലുണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ഞെട്ടായിട്ട് നിൽക്കുന്നത്? വല്ലതും പറയോ? കുറച്ചു നേരം കഴിഞ്ഞിട്ട് മാലക്കും ലാ തന്തിഖൂൻ, എന്താടാ ഉണ്ടാത്തത്? വേണ്ടെങ്കിൽ വേണ്ടാന്നറി, എന്തെങ്കിലൊന്നും പറയാത്തത്? ഫറാഖാലിഹിം വർബൻ ബിൽ അമീൻ, മൂന്നാമത് എന്ത് ചെയ്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ബലപ്രയോഗത്തിലൂടെ അടിച്ചു തകർത്തുക എന്നതുപോലെ ചോദ്യമാണ്. കാരണം ഇയാൾ ആദ്യം തന്നെ ഇതിനെ നിഷേധിക്കുന്ന ആളാണ്, ഇത് ആദ്യം തന്നെ വിഡ്ഢിത്വമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്, ഇത് അബദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആളുകൾ ഇങ്ങനെ ഭയപ്പാറായി പാളപ്പെട്ട് ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഓലെ ശ്രദ്ധയുണർത്താൻ വേണ്ടിയിട്ട്, അവരുടെ ബുദ്ധിയെ ഉണർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. എല്ലാ ദൂരദിക്കുകളിൽ നിന്നും നാട്ടിന്റെ ചുറ്റുവശത്തു നിന്നും മാന്യന്മാരും യോഗ്യന്മാരും ഒക്കെ ചുറ്റും തിങ്ങിക്കൂടി ഉത്സവം കൊണ്ടാടപ്പെടുന്ന വിഗ്രഹങ്ങളെ എന്ത് പറ്റി നിങ്ങൾക്ക്? തനക്കസ്ത മഗ്ലൂബൻ ഫമാദാക, എന്ത് പറ്റി? നിങ്ങൾ ഇങ്ങനെ തലകീഴായി മറിഞ്ഞു കിടക്കുന്നുള്ളൂ, എന്ത് പറ്റി? കുല്ലന, പറയും, നിങ്ങൾ പറയും. എന്നിട്ട് ഇതിലുള്ള എങ്ങനെയാന്ന് വെച്ചാൽ അദാക സഫീഹുൻ അൻ തനക്കസ്ത ലില്ലത്ബീന വാദാക കുല്ലന, കാരണം ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് വലിയ വലിയ യാത്രാ സംഘങ്ങൾ കാർമേഘത്തിൽ നിന്നിട്ട് മഴ കുത്തിച്ചൊരിയുന്നത് പോലെ കണ്ണുനീര് ധാരമുറിയാതെ വരികയാണ് ആൾക്കാർക്ക്. കാരണം പടച്ചോന്മാരാണല്ലോ ഈ വീണ് കിടക്കുന്നത്.
ഫമിൻ ഹുസിനിന ഞങ്ങളുടെ ദുഃഖം കൊണ്ട് ഖദ്ദറത്തിൽ ഈറു ബിസ്ഹബി ഈറ് പറഞ്ഞാൽ ഒട്ടകത്തിനും കഴുതക്കൊക്കെ പറയാം. പക്ഷേ ഈറിന്റെ അഹിലുകാരി നടന്നത് ഇതുപോലെ വസ്അലിൽ ഖറിയല്ലത്തി കുന്നാഫിയ വല്ലത്തി അഖ്ബൽനാഫിയ എന്ന് ഖുർആൻ യൂസുഫ് സൂറത്ത് പറഞ്ഞില്ലേ. ഞങ്ങൾ വന്ന ഒട്ടക സംഘങ്ങളോട് എന്നാ പറയാ. അവിടെ ഒട്ടകല്ല, അഹ്ലിൽ ഈറ് എന്നതുപോലെ തന്നെ ഖദ്ദറത്തിൽ ഈറു എന്ന് പറഞ്ഞാൽ വാഹന സംഘങ്ങൾ ആ ആൾക്കാരുടെ കണ്ണിൽ നിന്നിട്ടും കാർമേഘത്തിൽ നിന്നിട്ടും മഴ കുത്തിയൊലിക്കുന്നത് പോലെ കണ്ണുനീര് ധാരമുറിയാതെ ഒലുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീണത് ഞങ്ങൾ എന്തോ വലിയ മഹാപാതകങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ? അങ്ങനെ ഉണ്ടാവുമല്ലോ. അടിമകൾ വലിയ തെറ്റ് ചെയ്യുമ്പം പടച്ചോന കൊണ്ടുള്ള വലിയ ദോഷം വരും ഓലെടുക്കലേ. അപ്പൊ അങ്ങനെ അടിമകളാവുന്ന ഞങ്ങൾ ചെയ്ത വല്ല തെറ്റുകൊണ്ടാണോ റബ്ബാവുന്ന നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ വീഴുന്നതെങ്കിൽ ഫൈനനാ നബൂ ബിഖറാറിൻ ഞങ്ങൾ ആ കുറ്റം സമ്മതിക്കുന്നു. വനൽവി അനിദംബി ആ തെറ്റിൽ നിന്നിട്ട് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നു. ഇനി ഞങ്ങൾ ഒരിക്കലും ചെയ്യൂല ഞങ്ങളെ തെറ്റുകൊണ്ടാണെങ്കിൽ. അതല്ല വഇൻ കുന്ത മഗ്ലൂബൻ വനുകിസ്ത സാഗിറാ ഫമാ അൻത ഫിൽ ഔസാരി ബിസ്സയ്യിദിർ റബ്ബി ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ വീണതാണെങ്കിൽ ഞങ്ങൾ തെറ്റ് സമ്മതിക്കുക, ഞങ്ങൾ തൗബ ചെയ്യുക. അല്ല വഇൻ കുന്ത മഗ്ലൂബ നീ പരാജിതനാക്കപ്പെട്ടതാണ്, വനുകിസ്ത സാഗിറ എളിമത്തരത്തോടു കൂടി തരകീഴാക്കപ്പെട്ടതാണെങ്കിൽ ഫമാ അൻത ഫിൽ ഔസാനി ബിംബങ്ങളുടെ കൂട്ടത്തിൽ നീയല്ല ബിസ്സയ്യിദിർ റബ്ബി ഉടമക്കാരനും രക്ഷിതും ആവും. അല്ല, ഒന്നിനും നിന്നെ പറ്റില്ല. നിർജീവ വസ്തുവാണ്. മനുഷ്യന്റെ കൈ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ കരിങ്കൽ കഷ്ണമാണ്, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു? ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പറഞ്ഞു. ഇതാണ് ഇപ്പൊ ബിംബത്തിനെ വിളിച്ച എന്ന് പറയുന്നത്. ഇവിടെ ബിംബത്തിനെ വിളിച്ചതല്ല, വെൾമത്തിനോട് സംസാരിച്ചതല്ല. ബിംബാരാധകന്മാരായ വിവരം കെട്ട മുശ്രിക്കീങ്ങളുടെ ബോധമണ്ഡലത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് ക്ഷേത്രത്തിലെ പൂജാരികളും അവന്റെ അനുയായികളെയും മുന്നിൽ വെച്ച് വിഗ്രഹത്തെ അടിച്ചുടക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ ഇവരുടെ ന്യായം മുട്ടിക്കാൻ വേണ്ടി അവരുടെ മുന്നിലെടുത്തിട്ട ബുദ്ധിപരമായ ചോദ്യത്തിലൂടെ സത്യത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഏകദൈവ വിശ്വാസിയാവുന്ന ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി എടുത്തിട്ട വാചകമാണ്. അത്രയും അയാൾ പറഞ്ഞുള്ളൂ, ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും ഇത് കേട്ടിക്കുക. ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ കേട്ടിക്കുക. അങ്ങനെ നിൽക്കുമ്പം കാണാ അങ്ങനെ നാലാമത് മൂന്നട്ടം വീണതിന് ശേഷം നാലാമത് ഒക്കെ എടുത്ത് ചൊഗാക്കി വെച്ച് ചൊഗായി. കാരണം ഇതൊരു സൂചനയാണ്. ചൊഗായതിന്റെ ശേഷം പിന്നെയാണ് കട്ടക്കാരൻ തുടങ്ങിയത്. ആ ബിംബത്തിന്റെ അരികിൽ നിന്നിട്ടും ഒരു അശരീരി ശബ്ദം ഉയർത്തി പറയുന്നത് കേട്ട് ബിസൗത്തിൻ ജഹീർ എല്ലാവരും കേൾക്കുന്ന മുഴങ്ങുന്നൊരു ശബ്ദത്തിൽ. എന്താ കേട്ടത്? അപ്പൊ ഇതൊന്നായിട്ട് ചെല്ലാൻ തന്നെ പാടില്ല, രണ്ട് ഈണത്തിലെങ്കിലും ചെല്ലണം. കാരണം ആദ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തതുപോലെ ബിംബാരാധകന്മാരുടെ ശ്രദ്ധ ഉണർത്താൻ വേണ്ടിയിട്ട് അവരെ ബുദ്ധിയെ തട്ടി ഉണർത്താൻ വേണ്ടി ബുദ്ധിപൂർവം ചെയ്തൊരു ചോദ്യമാണ് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് ഇട്ടത്. അതിന് ഒന്നുകൂടി സത്യാന്വേഷികളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ബിംബത്തിൽ നിന്നിട്ട് അശരീരി ശബ്ദം കേൾക്കുക. എന്താ കേൾക്കണത്? തറദ്ദാലി മൗലൂദിൻ അദഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി في الشرق والغرب وخرت له الأوثان طرا وأرعدت قلوب ملوك الأرض طرا من الرعب وناره جميع الفرس طاقت وأظلمت وقد بات شاه الفرس في أعظم الكرب وصدت عن الكهان بالغيب جنها فلا مخبر حق بحق ولا كذب فيا لا قصي ارجعوا عن ضلالكم وهبوا إلى الإسلام والمنزل الرحب. ബിംബത്തിൽ നിന്നിട്ടും കേട്ട ഒരശരീരി. എന്താണ്? ഇയാൾ ചോദിച്ചല്ലോ എന്ത് പറ്റിപ്പോയിന്ന്. ഞങ്ങൾ വല്ല തെറ്റും ചെയ്തിട്ടാണോ? എങ്കിൽ ഞങ്ങൾ തൗബ ചെയ്തോളാ, കുറ്റം സമ്മതിച്ചോളാ, ഞങ്ങൾ മേലത് ചെയ്യൂല. അതല്ല, നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത നിന്യന്മാരാണ്, ദൈവങ്ങളല്ല, നിങ്ങൾ നിസ്സഹായരാണ്. എങ്കിൽ നിങ്ങളെ ദൈവമാണ് റബ്ബാണെന്ന് അറിഞ്ഞെടുക്കണതിന് മാനില്ലല്ലോ.
എന്തേ പറയ്, ആണ് ചോദ്യം. പറയൂ, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? അപ്പോഴാണ് മറുപടി, തറദ്ദ, ഈ ബിംബങ്ങളെല്ലാം കടപുഴകി വീണിരിക്കുന്നത് ലി മൗലൂദിൻ, ഒരു കുഞ്ഞിന്റെ ജനനം കാരണമാണ്. എങ്ങനത്തെ കുഞ്ഞാണ്? അനാറത്ത് ബിനൂരിഹി, അതിന്റെ മറ്റൊരു ശൈലിയാണ് അള്ളാഹത്ത് ബിനൂരി. ആ റിവായത്തിലുള്ള വ്യത്യാസം. അനാറത്ത് പറഞ്ഞാലും അള്ളാഹത്ത് പറഞ്ഞാലും ഒരു അർത്ഥത്തിന് അതൊക്കെ റിവായത്ത് മാറി വരുമ്പം ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാവും. ആ കുഞ്ഞു കൊണ്ടുവരുന്ന സത്യദീനിന്റെ പ്രകാശം കൊണ്ട് പ്രഭാപൂരിതമായിരിക്കുന്നു ജമീഉൽ ഫിജാജിൽ അർദി, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും. ലോകം മുഴുക്കെ ഹിദായത്തിന്റെ പ്രകാശം പരക്കുന്ന ഒരു കുഞ്ഞിന്റെ ജന്മം നടന്നിരിക്കുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ താഴെ വീണിരിക്കുന്നത്. എന്തിനു വീണു എന്ന ചോദ്യത്തിന് ബിംബത്തിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയാണ്. എല്ലാവരും കേൾക്കുക, ഉയർന്ന ശബ്ദത്തിലാണ് കേൾക്കുന്നത്. എന്തല്ല, നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വീണതല്ല, അല്ലെങ്കിൽ ഞങ്ങൾ റബ്ബാണെന്നുള്ള വാദവും ശരിയല്ല. മറിച്ച് വീണിരിക്കുന്നത് ലോകത്ത് മുഴുവനും സത്യത്തിന്റെ പ്രകാശം പരത്തുന്ന ഒരു കുഞ്ഞിന്റെ ജന്മം നടന്നിരിക്കുന്നു. ജമീഉൽ ഫിജാജിൽ അർളി ഫിശർഖി വൽ ഗർബി, കുറച്ചുകൂടി വ്യക്തമാണ്. കിഴക്കും പടിഞ്ഞാറും മൊത്തം ഈ സത്യത്തിന്റെ വെളിച്ചം പരന്നിരിക്കുന്നു ആ കുട്ടിയുടെ ജന്മം കാരണം. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ജന്മത്തിന്റെ സൂചനയായിക്കൊണ്ടാണ് ഇനി ഖൗഫ മിനർ റഅബി എന്ന് പറഞ്ഞാൽ പേടിച്ച് ഭയന്നുകൊണ്ട് ആണ് കെട്ടത്. ഈ കുട്ടിയുടെ പ്രകാശം ലോകത്ത് ഹിദായത്തിന്റെ വെളിച്ചം പരത്തിയത് കാരണം പേടിച്ച് പരിഭ്രമിച്ച് ഞങ്ങൾ തലകുത്തി വീണു പോയതാണ്. വനാറു ജമീഉൽ ഫുർസി ഖദ് ഖമിദത് ലഹു വഖദ് ബാത ഷാഹുൽ ഫുർസി ഫീ അളമിൽ കർബി. ഇതിപ്പോ അവർക്ക് മനസ്സിലാകാൻ ഒറ്റൊരു മതി. ചോദ്യത്തിന് ഉത്തരയിൽ വന്നല്ലോ. അതായത് ഞങ്ങൾ ദൈവമല്ല, ദൈവമാകാൻ പറ്റുന്നതല്ല, ഞങ്ങൾ നിങ്ങളാരും ചെയ്ത തെറ്റുകൊണ്ട് വീണതുമല്ല. വീണത് എന്തുകൊണ്ടാണ്? ഒരു കുട്ടിയുടെ ജന്മം നടന്നിരിക്കുന്നു. ആ കുട്ടി ഈ ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ മുഴുവനും ഹിദായത്തിന്റെ വെളിച്ചം പരത്തിക്കൊണ്ടിരിക്കും. ആ വെളിച്ചത്തെ ഭയന്നുകൊണ്ടാണ് ഞങ്ങൾ തലകുത്തി വീണിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടോ മറ്റോ ഒന്നുമല്ല. ഞങ്ങൾ റബ്ബല്ല, ഞങ്ങളെ ഇലാഹാക്കാൻ പറ്റൂല. മറിച്ച് ഞങ്ങൾക്കിനി നിലനിൽപ്പില്ല. ലോകം മുഴുവൻ ഹിദായത്തിന്റെ വെളിച്ചം പരത്തുന്ന ഒരു കുഞ്ഞിന്റെ ജന്മം നടന്നതിലേക്ക് സൂചനയാണ് ഞങ്ങൾ വീണത്. ഇത് ഇവിടെ മാത്രമല്ല. എന്നിട്ട് പിന്നെ പറയാവനാറോ ജമീഉൽ ഫുർസി ഖദ് ഖാമിദത് ലഹു, പേർഷ്യൻ രാജ്യം മുഴുക്കെ പൂജിച്ചു കൊണ്ടിരുന്ന അഗ്നികുണ്ടാരങ്ങളും ഈ കുട്ടിയുടെ കാരണത്താൽ തന്നെ കെട്ടണഞ്ഞു പോയിരിക്കുന്നു. അതിപ്പോ ഇവർക്കറിയില്ല, ഇവരിപ്പോ ഇതിലേ കണ്ടിട്ടുള്ളൂ. ഇതേ സമയത്ത് ലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ കൂടി ഈ അശരീരി പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ടവും കെട്ടുപോയിരിക്കുന്നു. വനാറു ജമീഉൽ ഫുർസി ഖദ് ഖമദത് ലഹു ഖദ് ബാത ഷാഉൽ ഫുർസി ഫീ അളമിൽ കർബി. പേർഷ്യൻ ചക്രവർത്തി വലിയ സങ്കടത്തിലായിരിക്കുന്നു. എന്ന് തീ കെട്ടുകൊണ്ടല്ല, തീ കെട്ടത് ഒരു സംഗതി. പിന്നെന്ത് പറഞ്ഞു നമ്മള്? അയാളുടെ ദർബാർഹാർ പൊട്ടിപ്പിളർന്നു, അവരുടെ 14 ഗോപുരങ്ങൾ തകർന്നു വീണു. തന്നെയുമല്ല, സത്യത്തിന്റെ വെളിച്ചം വരുന്ന സൂചനയായി സ്വപ്നം കണ്ടു. അതിൽ അദ്ദേഹം വ്യാകുലനായി. അങ്ങനെ ലോകത്തെ വൻശക്തിയായ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തകർച്ച വിളിച്ചറിയിച്ചുകൊണ്ട് ഗോപുരങ്ങളുടെ തകർച്ചയും ദർബാർ ഹാളിന്റെ പിളർപ്പും രാജാവിന്റെ സ്വപ്നവും കൊണ്ട് പേർഷ്യൻ ചക്രവർത്തി വലിയ സങ്കടക്കണ്ണീരിലായിരിക്കുന്നു. അപ്പൊ ഇത് ഇവിടെ മാത്രമല്ല, ലോകശക്തികളെ പോലും പിടിച്ചു കുലുക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവസാനം പറയാം, ഫയാല ഖുസൈൻ ഇർജിഉ അൻ ളലാലികും വഹുബ്ബു ഇലൽ ഇസ്ലാമി വൽ മൻസിലിർ റഹബി. അതെല്ലാ റിവായത്തിലുണ്ട്. മറ്റേ 3 വരി ഏറുണ്ട്. അത് ഞാൻ ഇതിലില്ലാത്തതുകൊണ്ട് കുറച്ചതാ. അതുകൊണ്ട് ഫയാല ഖുസൈൻ, ബനു ഖുസൈ ഖുറൈശികൾക്ക് പറയുന്ന മറ്റൊരു പേരാണ്. എന്താന്ന് വെച്ചാൽ ഖുറൈശികൾ ചിന്നിച്ചിതറി നാനാഭാഗത്തുമായി ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു. മഹാനായ നബി തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഖുസൈ റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഉപദേശം നൽകലുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ മഹാനാണെന്ന് പറയാൻ കാരണം ഖുസൈയാണ് അവരെ മക്ക ഷരീഫിൽ കഅബ ഷരീഫിന്റെ അധികാരം വീണ്ടെടുക്കുകയും ഖുറൈശികളെ നാനാഭാഗത്തു നിന്നും ഒരുമിച്ച് കൂട്ടി കഅബയെ പ്രത്യേകം 4 ഭാഗമാക്കി കഅബത്തിന് 4 ഭാഗം തിരിച്ചു. ഇന്ന ഗോത്രങ്ങളൊക്കെ പടിഞ്ഞാറ് ഭാഗത്ത്, ഇന്ന ഗോത്രങ്ങൾ തെക്ക് ഭാഗത്ത്, ഇന്ന ഗോത്രങ്ങൾ തെക്ക് ഭാഗത്ത്, ഇന്ന ഗോത്രങ്ങൾ വടക്ക് ഭാഗത്ത്. അങ്ങനെ കഅബയുടെ 4 ഭാഗത്തായി ഖുറൈശി ഗോത്രങ്ങളെ മുഴുവനും കുടിയിരുത്തി ഒരു കോട്ട പോലെ കഅബ ഷരീഫിനെ സംരക്ഷിക്കുകയും ഖുറൈശികളുടെ അനുവാദവും അറിവുമില്ലാതെ ഒരാൾക്കും കഅബയിലേക്ക് വരാൻ പറ്റാത്ത നിലക്ക് കഅബയുടെ യഥാർത്ഥ സംരക്ഷകരാക്കി അവരെ
പുനഃസ്ഥാപിക്കുകയും ഖുറൈശികളുടെ ശക്തി വീണ്ടെടുക്കുകയും ചെയ്ത മഹാനാണ് ഖുസൈ. അതുകൊണ്ടാണ് ഫയാവല ഖുസൈ എന്ന് പറഞ്ഞാൽ ഖുറൈശികളെ എന്ന് പറഞ്ഞ അർത്ഥം വന്നു. എന്ന് പറഞ്ഞാൽ ഖുറൈശികൾക്ക് ഇസ്സത്തും പ്രതാപവും തിരിച്ചു കൊടുത്ത ഖുസൈന്റെ കൂട്ടരെ എന്ന് പറയാൻ കാരണം ഈ ഖുസൈ എല്ലാ ആഴ്ചയും പറയുമായിരുന്നു. യൗമുൽ അറൂബ എന്ന വെള്ളിയാഴ്ചക്ക് പറയാം. യൗമുൽ ജുമാ എന്ന് പറഞ്ഞ ഇസ്ലാമിക പേരാണ്. അന്ന് യൗമുൽ അറൂബ എന്നാ പറയാം. ഈ വെള്ളിയാഴ്ച ദിവസം ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടും. വലിയ ധനാഢ്യനുമായിരുന്നു അദ്ദേഹം. എന്നിട്ടൊരു സദ്യ കൊടുക്കും. സദ്യ കൊടുത്തതിന് ശേഷം ഒരു പ്രസംഗം, എന്നും ഉച്ചയ്ക്കൊരു പ്രസംഗം ചെയ്യും. ആ പ്രസംഗത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെ പറ്റിയും അന്ത്യപ്രവാചകനായ എൻ്റെ പരമ്പരയിൽ നിന്ന്, അദ്ദേഹം തന്നെ പറയാം, എൻ്റെ പരമ്പരയിൽ നിന്നിട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ മുഖേന വരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സന്തോഷ വാർത്ത അറിയിച്ച അന്ത്യപ്രവാചകൻ വരാനിരിക്കുന്നു എന്നും അത് സമീപിച്ചിരിക്കുന്നു എന്നും ആ നബി തങ്ങളുടെ പ്രത്യേകതകളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ വെള്ളിയാഴ്ചയും ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ ആ ഖുസൈൻ്റെ മക്കളെ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഖുസൈയെ പണ്ട് പറഞ്ഞ ആ സത്യദീൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് അത് അവിടെ സമീപിച്ചിരിക്കുന്നു. അതിൻ്റെ സൂചനയാണ് എന്ന് പറയാ ഖുസൈൻ. ഖുസൈൻ്റെ പിൻഗാമികളാവുന്ന ഖുറൈശികളെ ഇർജിഉ അൻ ളലാലിക്കും, നിങ്ങളുടെ ഈ വഴികേടിൽ നിന്നിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ ഈ ശിർക്കും കുഫ്രിയത്തും ഉപേക്ഷിക്കൂ. വഹുബ്ബു ഇലൽ ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് നമുക്ക് ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. കണ്ടോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് മുസ്ലിംകൾ എന്ന് നമുക്ക് പേര് വെച്ചത്. ആ ഇബ്രാഹിമി മില്ലത്താവുന്ന ഇസ്ലാമിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ. വൽ മൻസിലിർ റഹ്ബി, വിശാലമായ പ്രദേശം എന്ന് പറഞ്ഞാൽ ഷിർക്കിൻ്റെയും കുഫ്രിയത്തിൻ്റെയും കെട്ടുപാടുകളില്ലാത്ത അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ വിശാലമായ സ്വാതന്ത്ര്യത്തിലേക്കും ഇസ്ലാമിൻ്റെ ഉബൂദിയ്യത്ത് അള്ളാഹുവിൻ്റെ ദീനിലേക്കും നിങ്ങൾ തിരിച്ചു വരൂ എന്ന് എവിടുന്ന് കേട്ടു? ബിമ്മത്തിൽ നിന്നും ഒരു അശരീരി കേട്ടു. അപ്പോൾ ബിമ്മത്തിൽ നിന്ന് അങ്ങനെ കേൾക്കുമെന്ന് സംശയിക്കേണ്ട. ബിമ്മത്തിൽ നിന്നല്ല, ഉമർ റളിയല്ലാഹു തആല എന്നൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം. അർത്ത് ബിമ്മത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ബലിയർക്കലുണ്ട്. അർത്ത് മൂരിനെ കൊണ്ടുപോയി അറുത്ത് കഴിഞ്ഞ് തോലൊളിച്ച് കഴിഞ്ഞ് ഇറച്ചി കൊടുക്കാൻ പോകുമ്പോൾ ഇതിനൊരടക്കം പോലെ അങ്ങനെ ശുദ്ധ സ്ഫുടമായ ഭാഷയിൽ ഖുറൈശികളെ വിളിച്ചിട്ട് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അല്ലാഹു അല്ലാത്തവർക്ക് നിങ്ങൾ ചെയ്യുന്ന പൂജകളൊക്കെ അബദ്ധമാണ്, അള്ളാഹുവിലേക്ക് മടങ്ങി വരണം, ഹനീഫിയ മതത്തിലേക്ക് വരണം, അതിനുള്ള സന്ദർഭം അടുത്തിരിക്കുന്നു എന്ന് അറുത്ത ജീവനില്ലാത്ത മൃഗം, അറുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മൃഗം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനാണല്ലോ അസാധാരണ സംഭവം എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പൊ സംഭവം. ഇപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ 3 വരി ആണ് ഇപ്പൊ ആരത്? 4 വരി അല്ലേ? ഈ 4 വരിയാണ് ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് പറയുന്നത്. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണ്ട് പറഞ്ഞതുപോലെ ഏത് മാലക്കും ലാ തന്തിഖൂൻ ഖാല അലാ തൗക്കുലൂൻ മാലക്കും ലാ തന്തിഖൂൻ എന്ന് പറഞ്ഞതുപോലെ ഈ ജനങ്ങളുടെ വിഡ്ഢിത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവയോട് സംസാരിക്കുക, ഇവക്ക് കേൾക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എഴുതുമ്പോൾ സത്യത്തിൻ്റെ നിജസ്ഥിതി അശരീരി ശബ്ദമായിട്ട് അവർക്ക് കേൾക്കുന്നു. രണ്ടായാലും ഈ ഹിക്കായത്ത് അവിടെ നിർത്തി സലാത്തിയല്ല് ജവാബ് അല്ലി ബെയ്ത്ത് ചെല്ലൽ പഴയ കാലത്ത് പതിവില്ല, മറിച്ച് അതങ്ങനെയാണ് ചൊല്ലിപ്പോല. ഏതുപോലെ ഷറഫുൽ അനാമിലുണ്ടല്ലോ, ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് അബ്ദുൽ മുത്തലിബ് എന്താക്കി, കുട്ടിനെ എടുത്തിട്ട് കഅബ ഷരീഫിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് فقال يومئذ شعرا لا الحمد لله الذي أعطاني هذا الغلام الطيب الأرداني قصاد في المهدي على الغلمان أعيذه من شر ذي شنآن من حاسد مضطرب العينان أنت الذي سميت في القرآن أحمد مكتوب على الجنان صلى عليك الله في الأحيان. അതങ്ങനെയാണ് ചെല്ലിപ്പോല, എന്ത് പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹായിച്ച് മൗലൂദ് പെട്ടതല്ല, പണ്ട് പറഞ്ഞൊരു സംഭവത്തിലെ ഹിക്കായത്തിൽ വന്ന ഭാഗമാണ്. അത് നമ്മളെ സൈമാഖി ഉസ്താദ് തെറ്റീർത്ത് നന്നാക്കിയപ്പോൾ അതിനൊരു ജവാബ് എഴുതി കൊടുത്തു. അപ്പോൾ അതിനും ചെല്ലും ആൾക്കാർ ജവാബ്. അങ്ങനെ ഏതോ ഒരാൾ തെറ്റീർത്ത് നന്നാക്കിയപ്പോൾ ഇതിനൊരു ജവാബ് എഴുതി കൊടുത്തു. അപ്പോൾ അതിന് നമ്മൾ ജവാബ് ചെല്ലാണ്. സ്വലാത്തും തസ്ലീമും തെറ്റാണ്, എന്നാലും അങ്ങനെ ചെല്ലേണ്ട സ്ഥലമല്ല അത്. മറിച്ച് എന്ത് മതി, ആ ഹിക്കായത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് അങ്ങനെ വായിച്ചു പോവുക. എന്നിട്ട് പിന്നെ കണ്ട പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തിരി അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഒരു കണ്ട ഹദീസുള്ളൂ അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കണ്ട ഹദീസിലുള്ളൂ. മങ്കൂസ് മൗലൂദിൽ കേട്ടിയ ഉള്ളൂ ചെറിയ കണ്ട ഹദീസ്. അപ്പം ഒന്നായിട്ട് ഒറ്റ ഹദീസാണ്.
ആ ഹദീസ് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇവിടെ ബൈത്തുള്ളത്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. അതാണ് ഹിക്കായത്ത്. ഇതതിൻ്റെ ഇടക്ക് ഉസ്മാൻ ബിൻ ഹുവൈരിസ് ഈ പ്രത്യേക സമയത്ത് ചൊല്ലിയ 4 വരിയും അതിന് ബിംബത്തിൽ നിന്നിട്ട് കേട്ട അശരീരിയായി കേട്ട 3 വരിയും അതങ്ങനെ ചൊല്ലിപ്പോയാൽ മതി. ഇനി ഒരാൾ ജവാബില്ല തെറ്റാന്നൊന്നും പറയും വേണ്ട. അതിങ്ങനെ ആരോ വന്നതാ. കണ്ടില്ലേ, ബാഖർ ഉസ്താദ് വന്നിട്ടില്ലേ? സെയിം ബാഖർ ഉസ്താദ് കിതാബ് നന്നാക്കിയപ്പോഴേ നന്നാക്കി അല്പം കേടുവരും ചെയ്യും. നന്നാക്കിയപ്പോൾ അതിനൊരു ജവാബ് ഉണ്ടാക്കി. ജവാബ് അതിനും ചെല്ലണതിന് കേടുമില്ല. അവിടെ എന്താ ചെല്ല? സല്ല അലൈക അല്ലാഹു യാ അദ്നാനി യാ മുസ്തഫ യാ സഫവത്തർ റഹ്മാനി. അതൊന്നും പഴയ ആളുകൾക്ക് എല്ലാം കിട്ടൂല. മൂല്യാരിറ്റിയൊക്കെ ഇപ്പോൾ ഏതും ചൊല്ലിക്കൂടെ? എന്നിട്ട് എപ്പോഴും മൂല്യാരിറ്റിയുള്ള കൂട്ടത്തിൽ ചെല്ലുന്ന ആളുകൾക്കും കിട്ടും. എല്ലാത്തവരും അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു തപ്പപ്പയ്യ. കാരണം എന്താ, പണ്ട് കാലത്ത് അതിനൊന്നും ജവാബില്ല, അതങ്ങനെ ചെല്ലിപ്പോരാ എന്നതുപോലെ. ഇത് ഞാൻ പറയല്ല, ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദുൽ വൈലത്തൂരി എന്ന ബാബുസ്താദ്, വൈലത്തൂർ ബാബുസ്താദിൻ്റെ ഹശിയയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ മുമ്പ് ആരും ഇതിന് ജവാബ് ചെല്ലാറില്ല. ഹിക്കായത്തിൻ്റെ ഭാഗമായിട്ട് ആ ബെയ്ത്തുകൾ അങ്ങനെ പാടിപ്പോകലേ ഉള്ളൂന്ന്. ചുരുക്കത്തിൽ അത് തെറ്റല്ല. പറയുന്ന ഉസ്മാൻ ബിൻ ഹുവൈരിസ് മുശ്രിക്കല്ല. അദ്ദേഹം തൗഹീദിൽ വിശ്വാസമുള്ള ആളാണ്. ഇബ്രാഹിമി മില്ലത്ത് അന്വേഷിച്ച് കണ്ടുനടക്കാൻ വേണ്ടി പോയ ആളാണ്. അവസാനം നസ്രാനിയായി മരിച്ച് നബി തങ്ങളുടെ ജന്നത്തിന് മുമ്പ് നുബുവത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ്.